നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മുടെ ഗുരുവായൂരപ്പനെ നിരവധി തരത്തിലുള്ള വഴിപാടുകളാണ് ഭക്തരെ സമർപ്പിക്കുന്നത്. നമ്മുടെ പ്രഭാത വിശേഷങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. പലതരത്തിലുള്ള വസ്തുക്കൾ ആ ഭണ്ഡാരത്തിന് മുകളിലായിട്ട് കൊണ്ടുവന്നിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഭഗവാനോടുള്ള ഭക്തരുടെ പ്രാർത്ഥനകളാണ് കേട്ടോ. പിന്നെ ഭഗവാനുള്ള സമ്മാനങ്ങളൊക്കെയാണ് നൽകുന്നത്. അപ്പം അതിലെ വളരെ വിശേഷപ്പെട്ട ഒരു വസ്തു നമ്മളെല്ലാവരും കാണാറുണ്ട്. മറ്റൊന്നുമല്ല കേട്ടോ, കുന്നിക്കുരു അല്ലെങ്കിൽ മഞ്ചാടിക്കുരു. കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. കാരണം ക്ഷേത്രത്തിൽ വരുമ്പോൾ പലരും കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട്. അവിടെ പലയിടത്തായിട്ട് കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ വീണ് കിടക്കുന്നതും കാണാറുണ്ട്. പിന്നെ മഞ്ചാടി ചെമ്പിൻ്റെ അവിടെയും ഒരു തിരക്കുണ്ടാവാറുണ്ട്. കുട്ടികളെ കൊണ്ട് വാരിക്കാനുള്ളവരെ, മുതിർന്നവർ വാരുന്നവരെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നിക്കുരുവിന് വളരെയേറെ പ്രാധാന്യം ഗുരുവായൂരപ്പനോട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുതന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും കുന്നിക്കുരുവിനെ കുറിച്ചാണ് കേട്ടോ. കുന്നിക്കുരുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, കുന്നിക്കുരു എത്രത്തോളം ഭഗവാന് പ്രിയപ്പെട്ടതാണ് അതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ നിരവധി പേര് കുന്നിക്കുരൊക്കെ കൊണ്ടുവന്നിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുന്നിക്കുരു മഞ്ചാടിക്കുരൊക്കെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാനായിട്ട്, ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് സ്വരുക്കൂട്ടി വെച്ചവരും ഒക്കെ ഉണ്ടായിരിക്കും, കുഞ്ഞു കുഞ്ഞു ചെപ്പുകളിലൊക്കെ ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കുന്നിക്കുരുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. കുന്നിക്കുരു ഭഗവാൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരങ്ങൾ പറയാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ ഊഞ്ഞാലാടുന്ന കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഉണ്ണിക്കണ്ണനാണ്. ഇതിന് മുന്നത്തെ ദിവസം വെണ്ണ പിടിച്ചു നിൽക്കുന്ന കണ്ണനുണ്ടായിരുന്നല്ലോ. അതിന് 2 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതേ പ്രായം തന്നെയാണ് കേട്ടോ ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നത്. എന്ത് മിടുക്കനായിട്ട്, എന്ത് ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണേന്ന് അറിയോ. കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നും. നല്ല വ്യക്തമായിട്ട് കാണാനും ഉണ്ടായിരുന്നു. കൃത്യമായിട്ടെല്ലാം മനസ്സിലാകുന്ന രീതിയിലും തന്നെയായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ആ ഒരു ഊഞ്ഞാലാട്ടത്തിന് ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിളക്കമുണ്ടായിരുന്നു. കാരണം നന്നായിട്ട് ആഭരണങ്ങളൊക്കെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ടല്ലോ. അതാണ് ആ മുഖത്ത് തന്നെ ഭഗവാന്റെ കാണാനായിട്ടും കൂടെ സാധിച്ചിരുന്നു കേട്ടോ. 2 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ടായിരുന്നു മുഴുവനായിട്ട് തെച്ചിയിലെ. പിന്നെ ഒരെണ്ണം താമരയുണ്ട്, തുളസിയുണ്ട്. അതിങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള വേറൊരു തിരുമുടി. പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു. അതിൽ 3 നിറങ്ങളുണ്ട്. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. ഈ 3 ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കാം. ഇതിന് നടുക്കാണ് ഭഗവാൻ ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നത്. ഊഞ്ഞാൽ വള്ളിയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാൽ പടിയിൽ ഇരുന്നിട്ട് 2 കൈകൾ കൊണ്ടും ഊഞ്ഞാൽ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക ഭഗവാന്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴലിൽ അരയിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. കാരണം വള്ളി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, കയ്യിൽ ഓടക്കുള്ളിലും കൂടെ വന്നാൽ. അപ്പോൾ സൗകര്യത്തിനായിട്ട് അരയിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുക. കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട് കേട്ടോ. പൊന്നും കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിൽ ഗോപി തിലകുണ്ട്. വലിയ കാതുപൂക്കളാണ്. നല്ല സന്തോഷമുണ്ട് ഭഗവാന്റെ മുഖത്ത്. കാരണം എത്ര പേരാണെന്നറിയോ ഭഗവാനെ കാണാനായിട്ട് ഇന്നലെ തിരിക്കുന്നത്. അപ്പം അത്ര സന്തോഷം ഉണ്ടാവും. എന്നെ കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു കൗതുകം, ആ ഒരു സന്തോഷം, അതൊക്കെ നന്നായിട്ട് ഭഗവാന്റെ മുഖത്തുണ്ട്. ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും കൂടെ ലഭിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്ര ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. പിന്നെ ധാരാളം മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല വീതിയിലും കൂടിയാണ്. അപ്പം നന്നായിട്ട് അകലെ നോക്കുമ്പോഴും കാണാനായിട്ടുണ്ട്. കുഞ്ഞി കൈകൾ കൊണ്ട് ഊഞ്ഞാൽ വള്ളി പിടിച്ചിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. പട്ടുകോണകൊക്കെ ഉണ്ട്. കാല് 2 ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ഓടക്കുഴലിൽ കുത്തി വെച്ചത് ഞാൻ പറഞ്ഞല്ലോ. ഈ 2 കാലുകളിലും കാൽത്തളകൾ നല്ല രീതിയിൽ അണിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ദിവസം ഞാൻ കാൽത്തളകളൊന്നും കാണാനായിട്ട് പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ നന്നായി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് നല്ല വീതിയിൽ കാൽത്തളകളൊക്കെ അണിയിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഊഞ്ഞാലാടുന്ന കണ്ണനായിട്ടായിരുന്നു ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊള്ളൂ. ഭഗവാന്റെ ഊഞ്ഞാലാട്ടത്തിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് കൊണ്ടുവന്നോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.
അങ്ങനെ ഭഗവാനെ തൊഴുതിട്ട് നേരെ ഗണപതിയുടെ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഈ കുന്നിക്കുരുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ മുൻപൊന്നും വിചാരിച്ചിരുന്നില്ല. ഇത് എന്താണ് പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ വരിക ചെയ്തേ. അപ്പോൾ മുൻപും പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കുന്നിക്കുരുവിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മഹാത്മ്യമൊക്കെ ഒന്ന് പറഞ്ഞു തരും എന്നുള്ളത്. വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ പറയാമെന്നിങ്ങനെ നീണ്ടു പോകുന്ന ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഇന്നലെ ഇതിങ്ങനെ എന്താ പറയേണ്ടതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഭഗവാനെ തൊഴുത് നീങ്ങുന്ന സമയത്തെ നാലമ്പലത്തിനകത്ത് വെച്ചിട്ട് അവിടെ ഒരു 5-6 മഞ്ചാടിക്കുരുകൾ ഇങ്ങനെ വീണ് കിടക്കേണ്ടായിട്ട് കണ്ടു. പെട്ടെന്ന് നാലമ്പലത്തിനകത്ത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല, പുറത്ത് ആ മഞ്ചാടി ചെമ്പിൻ്റെ അവിടെ കാണുന്നതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ അതങ്ങനെ കണ്ടിട്ട് തൊഴുതു പോയി. അപ്പോൾ ഗണപതിയുടെ അവിടെ എത്തിയപ്പോഴോ നല്ല തിരക്ക്. സാധാരണ ഗുരുവായൂരപ്പൻ്റെ അവിടെ ഇങ്ങനെ ഇടി കൂടുന്ന അത്രയും തിരക്കൊക്കെ ഉണ്ടാവും. ഗണപതിയുടെ അവിടെയും ഇന്നലെ നല്ല തിരക്ക്. അപ്പം എന്താണാവോ ഇന്ന് ഇത്ര തിരക്ക് എവിടെയെന്ന് വെച്ച് നോക്കിയപ്പോൾ ഗണപതി ഇരിക്കുന്നത് അത്രയും സുന്ദരനായിട്ടാണ്. ഇന്നലെ എല്ലാവരെയും കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഗണപതി നമ്മുടെ ഭഗവാനെ ഒന്നും മാത്രമല്ല, ഭഗവതിനെ കാണാനാണെങ്കിലും അയ്യപ്പനെ കാണാനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഗണപതിയുടെ അലങ്കാരം കണ്ടപ്പോൾ അത് മനസ്സിൽ വന്നപ്പോഴാണ് ഉറപ്പിച്ചത്, ഇന്ന് തന്നെ പറയാം കുന്നിക്കുരുവിനെയും മഞ്ചാടിക്കുരുവിനെയും കുറിച്ചിട്ട്. കാരണം ഗണപതിയുടെ അലങ്കാരത്തിലും ഇന്നലെ മഞ്ചാടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നിമിത്തങ്ങളായിട്ട് നമുക്ക് കാണിച്ചു തരുമല്ലോ. അപ്പോൾ അങ്ങനെയും കൂടെ തോന്നിയത് കൊണ്ടാണ് ഇന്ന് തന്നെ ഈ ഒരു ടോപ്പിക്ക് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഗണപതിയുടെ അലങ്കാരം കൂടെ പറയാം. ഒരു മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത്. ലേസൊക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. തുമ്പിയുടെ അറ്റത്തൊരു സ്വർണ്ണ പൊട്ടുണ്ട്. പിന്നെ അവിടെ മുതൽ ഇങ്ങനെ നെറ്റിയുടെ ഇവിടം വരെ കുറേ ഇങ്ങനെ മഞ്ചാടിക്കുരുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നോക്കൂ എത്രത്തോളം. ഒരു മഞ്ചാടിക്കുരൊക്കെ കാണാറുണ്ട്, മാക്സിമം 2 കാണാറുണ്ട്. ഇത് കുറേ എണ്ണം ഇങ്ങനെ നിരയായിട്ട് വെച്ചിരിക്കണം. അപ്പോൾ എന്ത് സുന്ദരനായിട്ടെന്നറിയോ, എന്ത് ഭംഗിയിലാണെന്നറിയോ ഗണപതിനെയും അലങ്കരിച്ചിരിക്കണത്. പിന്നെ കാതിൽ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റിയിലെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള മാല, ചുവന്ന ലോക്കറ്റ് കല്ലൊക്കെ ആയിട്ടുള്ള ഒരു മാലയുണ്ട്. അതിന് മുകളിൽ ഒരു ചന്ദ്രകല, അതിന് മുകളിൽ ഒരു തുളസിയുടെ ഇല ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇന്നലെ ഗണപതിനെയും കൂടെ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപവും ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി ഭഗവതിനെ കാണാൻ പോകാം. ഭഗവതിക്ക് ചുവന്ന നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. നിറയെ സ്വർണ്ണ നിറത്തിലുള്ള പ്രിന്റുകളുണ്ട്. പിന്നെ ചതുരാകൃതിയിൽ നീല കളറിലുള്ള പ്രത്യേക ഡിസൈനുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഉടയാട കാണാനായിട്ട്. കഴുത്തിലൊരു മാലയുണ്ട്, വെള്ള കല്ലുകളൊക്കെ പതിപ്പിച്ച് ലോക്കറ്റുള്ള ഒരു മാല ഉണ്ട്. അതുകൂടാതെ കാതുകളിൽ സ്വർണ്ണപ്പൂക്കളാണ്. അതിന് ചുവടെ നിന്ന് പിന്നെയും സ്വർണ്ണപ്പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെയും ഒരു മാല പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ചുണ്ടൊക്കെ നല്ല കരിഞ്ചുവപ്പ് നിറത്തിലാണ്. നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഭഗവതിയുടെ ചെറിയൊരു കിരീടം കൂടെ ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്. ഇത് പോരാത്തതിനെ ഈ പൂക്കൾ, അതായത് ചന്ദനം കൊണ്ട് തന്നെ ചാർത്തിയിട്ടുള്ള 2-3 പൂക്കൾ 2 സൈഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക അത് ചാർത്തിയിരിക്കുകയാണ്, നടുക്ക് ചുവന്ന കുത്തൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെയും കൂടെ അലങ്കാരത്തിലുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭഗവതി നല്ല സുന്ദരിയായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെയും അലങ്കാരമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെയും കൂടെ ഒന്ന് തൊഴുതു വരാം കേട്ടോ. അയ്യപ്പനും സുന്ദരനായിട്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു. കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. പ്രിന്റുകൾ, സ്വർണ്ണ നിറത്തിൽ പ്രിന്റുകളൊക്കെ ഉണ്ട്. പിന്നെ ആ മാലകൾ, ആ നെഞ്ചൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 2 സ്വർണ്ണ നിറത്തിലെ മാലകളുണ്ട്. പിന്നെ വെളുത്ത നൂല് കൊണ്ടുള്ള മാലകൾ, ചുവന്ന പട്ട് കൊണ്ടുള്ള മാല. അപ്പോൾ ഇതിന് നടുക്കൊക്കെ ആ വിഗ്രഹത്തിൻ്റെ കറുപ്പ് നിറങ്ങൾ കൂടെ ഇങ്ങനെ ഇടകലർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഗോൾഡൻ കളറ്, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ റെഡ്, ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക ഭംഗി അത് തോന്നുന്നുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ മുഖച്ചാർത്താണെങ്കിലോ നന്നായി പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തിലിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു എല്ലാവരും നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടിരിക്കുന്നത്. അപ്പം അണിഞ്ഞൊരുങ്ങിയിരിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ എല്ലാവരും മുഖത്തും ഉണ്ടാവില്ലേ, ആ സന്തോഷം അയ്യപ്പനുണ്ടായിരുന്നു. നല്ല ചുവന്ന നിറത്തിൽ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് കാതിലെ സ്വർണ്ണ പൂക്കളാണ്. പിന്നെ കാതുകൾക്ക് മുകളിലായിട്ട് 2 സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ ചെറിയൊരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം ചാർത്തിയിരിക്കുക, തട്ടുതട്ടുകളായിട്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ഇങ്ങനെ കിരീടം ചാർത്തിയിട്ടുണ്ട്. നല്ല സുന്ദരനായിട്ടാണ് അയ്യപ്പൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയ്യപ്പൻ്റെ ആ രൂപവും ഭാവവും എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുന്നിക്കുരുവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയാം കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും. എല്ലാവരും ഒരുവിധം ഒരു 99% ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. നല്ല ഉരുണ്ട ഷേപ്പിൽ കുന്നിക്കുരു ചുവപ്പും കറുപ്പും ഒക്കെ ആയിട്ട്, മഞ്ചാടിയാണെങ്കിൽ പൂർണ്ണമായിട്ട് ചുവന്ന നിറത്തിലാണ്. ചെറിയ വസ്തുക്കളാണ്. ഈ വലിപ്പം കുറയും തോറും അതിന് ഭംഗി കൂടും, അങ്ങനെയും കൂടെ പറയാറുണ്ട്. അപ്പോൾ ഇത് രണ്ട് ചെടികളിലൊക്കെയാണ് ഉണ്ടാകുക. മഞ്ചാടി ഒരു മരത്തിന് മുകളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ കുന്നിക്കുരു അതൊരു വള്ളിച്ചെടിയായിട്ടാണ് വരിക. ഈ വേലിപ്പടർപ്പുകളിലൊക്കെ ധാരാളമായിട്ട് പണ്ടൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ കുന്നിക്കുരു എന്ന് പറയുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്തും എനിക്കിതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കാരണം ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ മഞ്ചാടിക്കുരു അല്ലെങ്കിൽ കുന്നിക്കുരൊക്കെ പെറുക്കാനായിട്ട് പോകും. അപ്പോൾ ഈ കുന്നിക്കുരു ആണെങ്കിൽ കുന്നിക്കുരാണല്ലോ കൂടുതൽ സുലഭമായിട്ട് കിട്ടുക. മഞ്ചാടിയുടെ മരങ്ങൾ അപൂർവമായിട്ടൊക്കെ ഉണ്ടായിരുന്നത്, എന്നാൽ അതും ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്നെ പെറുക്കി വെക്കും ഗുരുവായൂരപ്പന് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട്. അങ്ങനെ ഈ മഞ്ചാടിക്കുരാണെങ്കിലോ ഇത് താഴേന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കുക ചെയ്യാം. ഈ അമരപ്പയർ പോലത്തെ ഒരു പയർ പോലെയുള്ളതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഉണ്ടാകുക. അപ്പോൾ ഇത് താഴെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അത് പൊട്ടിയിട്ട് പാകമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കൗതുകം ലേശം കൂടി പോയിട്ടേ അത് തുറന്നു നോക്കും. അപ്പോൾ ചിലത് പാകം എത്തിയതൊക്കെയാണ് നല്ല ചുവപ്പും കറുപ്പൊക്കെ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. പിന്നുള്ളത് വേറെ കളറൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ചിലത് മുഴുവനായിട്ട് കറുപ്പൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ഒരു വിഷമമാണ്. അപ്പോൾ അതിൽ നല്ലത് പറക്കിയെടുത്തിട്ട് അതിങ്ങനെ ശേഖരിച്ച് വെക്കും. ഇങ്ങനെ ചെയ്തിട്ടുള്ള ധാരാളം പേരുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ പഴയ മുത്തശ്ശിമാർ അവരൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പം എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പുതിയ തലമുറയ്ക്കാണ് ഇതൊന്നും കൂടുതലായിട്ട് അറിയാത്തത്. അപ്പോൾ ഈ കുന്നിക്കുരു കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതിങ്ങനെ ഒരു പ്രത്യേക ഉരുണ്ട ഷേപ്പിൽ കണ്ണൊക്കെ എഴുതിയിട്ട് ആ കറുത്ത പൊട്ടൊക്കെ ചുവപ്പ് കുറച്ച് ഭാഗം പിന്നെ കുറച്ച് ഭാഗത്ത് കറുപ്പുമൊക്കെ ആയിട്ടാണ് ഈ കുന്നിക്കുരു കാണപ്പെടുക. അങ്ങനെ തന്നെ ഒരു പ്രത്യേക ഷേപ്പിൽ കുറച്ച് ഒരു വൃത്താകൃതിയിലാണ്. അങ്ങനെയാണ് ഈ മഞ്ചാടിക്കുരു. അത് മുഴുവനായിട്ടും ചുവന്ന നിറത്തിലാണ് കാണപ്പെടുക. ഇത് രണ്ടും കാണാൻ നല്ല ഭംഗിയാണ്. ഇവ രണ്ടും നമ്മുടെ ഭഗവാനെ വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. ഒരു കളിപ്പാട്ടം പോലെ ഒരു പ്രത്യേക കൗതുകമുള്ള വസ്തുക്കൾ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാകുമല്ലോ. ഇപ്പം മുതിർന്നവരായിട്ടുള്ള നമുക്ക് എന്തുമാത്രം ഇഷ്ടമുണ്ട് ഈ കുന്നിക്കുരുവിനും മഞ്ചാടിക്കുരുവിൻ്റെ ഒക്കെ അടുത്ത്. അപ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പിന്നെ ഭഗവാന്റെ കാര്യം പറയണോ? ഭഗവാൻ എല്ലാത്തിനോടും ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെന്താണെന്നറിയോ, പണ്ട് ഗോപന്മാരെ ഭഗവാനെ ഈ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും ഒക്കെ വെച്ചിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതായത് 2 മഞ്ചാടി വെച്ചിട്ട് അതിന് നടുക്ക് കുന്നിക്കുരു പിന്നെ കുന്നിക്കുരു. അപ്പോൾ ഈ ചുവപ്പിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു കറുപ്പുള്ളത് കാണുമ്പോൾ ആ ഷേപ്പൊക്കെ വ്യത്യാസം വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതിന് ഒരുമിച്ച് വെച്ചിട്ട് ചേർത്ത് ഒട്ടിച്ചിട്ടും അത് കോർത്തിട്ടൊക്കെ ആയിട്ട് മാലയാക്കിയിട്ട് കഴുത്തിൽ അണിയാനുള്ളത്, കയ്യുമ്മ കിട്ടാനുള്ളത്, കാലുമ്മ കിട്ടാനുള്ളത്, കാതിൽ തൂക്കാനുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള ആഭരണങ്ങൾ ഭഗവാനെ ഉണ്ടാക്കി കൊടുക്കും. ഭഗവാന് പിന്നെ അലങ്കരിക്കാനായിട്ട് നല്ല ഇഷ്ടമാണല്ലോ. എന്ത് കിട്ടിയാലും അത് അലങ്കാര വസ്തുവായിട്ട് ചാർത്തും. അപ്പോൾ കൂട്ടുകാരാണെങ്കിലോ അതിനൊപ്പം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനോട് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരിക്കും. അപ്പോൾ ഭഗവാനെ ഇഷ്ടം പോലെ ഗോപന്മാരെ പലതരത്തിലെ ഈ ആഭരണങ്ങളൊക്കെ കുന്നിക്കുരു വെച്ചിട്ടും മഞ്ചാടിക്കുരു വെച്ചിട്ടും ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കാട്ടിലല്ലേ, അവിടേക്ക് കളിക്കാൻ പോകുമ്പോൾ അവിടെ ധാരാളമായിട്ട് അതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഭഗവാന് ഇതിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്, വാത്സല്യമാണ്. അപ്പോൾ ഇത് കളിപ്പാട്ടം കൂടിയാണ്, കളിക്കാനുള്ള ഒരു കൗതുകം കൂടി ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഭഗവാന് ഇത് രണ്ടിനോടും വളരെ വളരെ പ്രിയമുണ്ട്. അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് ഈ കുന്നിക്കുരു അല്ലെങ്കിൽ മഞ്ചാടിക്കുരു എന്ന് പറയുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പനും അതിനേക്കാളേറെ ഇഷ്ടമുള്ള ഒന്നാണ്. പിന്നെ ഈ കുന്നിക്കുരുയൊക്കെ വെച്ചിട്ട് പണ്ട് പലതരത്തിലുള്ള കളികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാങ്കുഴിയൊക്കെ കളിക്കുക, കുന്നിക്കുരു ആയിട്ട് അത് കണ്ടുപിടിക്കുക. അതിന് പകരമായിട്ട് ചിലപ്പോൾ വളപ്പൊട്ടുകൾ, കുപ്പി വളപ്പൊട്ടുകളും കൂടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് കളിക്കാനും കൂടെ ഉപയോഗിക്കുന്ന ഒരു കളിപ്പാട്ടമായിട്ടും കൂടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുവും കൂടിയാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഭഗവാന് ഇത്രയേറെ പ്രിയം വന്നത്. അപ്പോൾ ഭഗവാന് ഇഷ്ടമുള്ളതാണല്ലോ നമ്മൾ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക. ഭഗവാന് ഇഷ്ടം കുന്നിക്കുരുവിനോടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭക്തരെല്ലാവരും അത് കൊണ്ടുപോയിട്ട് സമർപ്പിക്കും. അങ്ങനെയാണ് കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ ആയിട്ട് ധാരാളം സമർപ്പണങ്ങൾ ഇവിടെ നടക്കുന്നത്. മഞ്ചാടി ചെമ്പിൽ നിറയെ കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ കുട്ടികളെ വരുന്ന സമയത്ത് ഭഗവാനും കൂടെ ഈ കുന്നിക്കുരു വരാനായിട്ട് ഉണ്ടാകുമെന്നാണ് പറയുക. അപ്പോൾ എത്ര കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെയൊക്കെ ഭഗവാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ എത്രത്തോളം ഇഷ്ടമാണ് ഈ കുന്നിക്കുരു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭക്തർ കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് കേട്ടോ. ഈ കുന്നിക്കുരുവിനോട് ഭഗവാന്റെ ഇഷ്ടം എത്രത്തോളം ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന ഒരു കഥ കൂടിയുണ്ട്. ശരിക്കും ഇത് കഥയല്ല കേട്ടോ, അത് നടന്ന ഒരു സംഭവമാണ്. അത് പുതൂർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കുന്നിക്കുരുമാലയിൽ ഇത് കാണാനായിട്ട് സാധിക്കും. ഈ നടന്ന കാര്യം അദ്ദേഹം ഒരു കഥയായിട്ട് ഭംഗിയായിട്ട് എഴുതിയിട്ടും കൂടിയുണ്ട്. അതായത് ഒരു മുത്തശ്ശി, ആ മുത്തശ്ശിക്ക് പൈസയൊന്നും ഇല്ല കയ്യിൽ. ഭഗവാനെ കാണാനായിട്ട് വരുമ്പോൾ ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ, ഉണ്ണിയല്ലേ. ഉണ്ണികൾക്ക് കൊടുക്കാനായിട്ട് അത് പണം കൊടുത്ത് വാങ്ങാനായിട്ട് പണമൊന്നും മുത്തശ്ശിയുടെ കയ്യിലില്ല. അപ്പോൾ നോക്കിയപ്പോൾ മുത്തശ്ശിയുടെ ആ വീടിൻ്റെ ഏതൊക്കെയായിട്ട് കുന്നിക്കുരുയുടെ വള്ളിയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ആ കുന്നിക്കുരു ശേഖരിച്ചിട്ട് അതൊരു കഷ്ണം കടലാസിൽ പൊതിഞ്ഞിട്ട് മുത്തശ്ശി കൊണ്ടുവന്നിട്ട് ഭഗവാനെ സമർപ്പിച്ചു. ഭഗവാനാണെങ്കിൽ കുന്നിക്കുരുവിനോളം അല്ലെങ്കിൽ കുഞ്ഞു സാധനമാണെങ്കിലും അത് ഇഷ്ടത്തോടെ വാങ്ങാനായിട്ട് കാത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല കൗതുകത്തിൽ കണ്ടപ്പോൾ ഇഷ്ടമല്ലേ തോന്നുക. മുത്തശ്ശി അത് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. മുത്തശ്ശി തിരികെ പോയി.
ഭഗവാൻ കളിക്കാനായിട്ട് ഇറങ്ങി. കുന്നിക്കുരുവൊക്കെ ഇങ്ങനെ വാരി മെറിഞ്ഞൊക്കെ കളിക്കുന്ന സമയത്ത് അതിങ്ങനെ ഉരുണ്ടിട്ട് അതിങ്ങനെ എല്ലായിടത്തും ചിന്നിച്ചിതറി പോവുകയൊക്കെ ചെയ്യൂലോ. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു നാട്ടുപ്രമാണി, ഒരു രാജാവ് ഒരു ആനയെ നടക്കിയിരുത്താനായിട്ട് കൊണ്ടുവരണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആനയെ നടക്കിയിരുത്തുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സാമ്പത്തികം വെച്ചിട്ട് ഭഗവാന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം അതാണ് ഉദ്ദേശിച്ചത്. മുത്തശ്ശിക്കാണെങ്കിലോ മുത്തശ്ശിക്കൊന്നുമില്ല കയ്യിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും കുഞ്ഞ ഒരു സമ്മാനമാണ് മുത്തശ്ശി കൊടുത്തത്. അപ്പോൾ ഈ ആനയെ നടക്കിയിരുത്തുന്ന സമയത്തെ ഈ കരിമ്പടമൊക്കെ വിരിച്ചിട്ടാണ് ആനയെ ഇരുത്തുക. അങ്ങനെ ഇരുത്തുമ്പോൾ ഈ മഞ്ചാടി കുന്നിക്കുരു ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആനയുടെ കാലിൻ്റെ അടിയിൽ ഒരു കുന്നിക്കുരു പെട്ടുപോയി. കുന്നിക്കുരു പെട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, അതിങ്ങനെ ചതഞ്ഞരിയൊക്കെ ചെയ്യും, അത് പൊട്ടും, എന്നിട്ട് അത് നന്നായി അമരുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ടായി. ഭഗവാന് വിഷമം ഉണ്ടായി എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ആനയൊക്കെ നടക്കിയിരുത്തി കഴിഞ്ഞു. രാജാവ് തിരികെ പോയി. പക്ഷെ രാജാവിന് ഓരോരോ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ തോന്നാം. ശരിക്കും ആനയൊക്കെ നടയിരുത്തി കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കേണ്ടതല്ലേ. പക്ഷെ അതിന് പകരമായിട്ട് നല്ലതൊന്നുമല്ല നടക്കുന്നത്. അങ്ങനെ വേഗം ജ്യോത്സ്യനെയൊക്കെ വിളിച്ചു നോക്കിച്ചപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആനയൊക്കെ നടക്കിയിരുത്തിയിട്ടുണ്ടായിരുന്നു, ഗുരുവായൂരപ്പൻ അതുകൊണ്ട് സന്തോഷം ഉണ്ടായിട്ടില്ലേ എന്നൊരു സംശയമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഭഗവാൻ സന്തോഷത്തിലാണോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഭഗവാൻ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആനയെ നടക്കിയിരുത്തുന്ന സമയത്ത് ഒരു കുന്നിക്കുരു അതിനടിയിൽ പെട്ടിട്ട് ചതഞ്ഞരഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഈ ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം ഇത്രയും ഭംഗിയുള്ള ഈ അമ്മമ്മയുടെ ആ ഒരു മുത്തശ്ശിയുടെ ഒരു സ്നേഹമാണ് ആ സമർപ്പിച്ചത്. അപ്പോൾ അത് കേടുവന്നപ്പോൾ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയപ്പോൾ ഭഗവാനുണ്ടായ ആ ഒരു സങ്കടമാണ്. ഭഗവാനാണെങ്കിലോ കുന്നിക്കുരു വേണേനും, അതായത് ആ നഷ്ടപ്പെട്ടു പോയത് കിട്ടണം, ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവല്ലേ നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ രാജാവ് അവസാനം ഈ രാജാവ് എന്തിനും ആ പരിഹാരം ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. അദ്ദേഹം ഒരു സ്വർണത്തിൻ്റെ കുന്നിക്കുരു കൊണ്ടുവന്നിട്ട് സമർപ്പിച്ചു എന്നാണ് പറയണത്. അപ്പോഴാണ് അത് വേഗം വാങ്ങി വെച്ചോട്ടോ ഭഗവാൻ. കുന്നിക്കുരു ഏത് തരത്തിലുള്ളതാണെങ്കിലും ഭഗവാൻ അത് സ്വീകരിക്കും. അപ്പോൾ ഇതിൻ്റെ പരിഹാരമായിട്ട് അതേ ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സമർപ്പണം നടന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ രാജാവിൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടിയത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്താ, കുന്നിക്കുരു ഭഗവാൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ നമ്മൾ ഭഗവാന് കൊടുക്കുന്ന വഴിപാടുകൾ, സമർപ്പണങ്ങൾ, സമ്മാനങ്ങൾ, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചോ അതിൻ്റെ തുകയെക്കുറിച്ചോ ഒന്നുമല്ല ഭഗവാൻ ചിന്തിക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്തെ നമ്മുടെ ഇല്ലായ്മയിലും ഭഗവാന് സമർപ്പിക്കാനായിട്ട് കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, നമ്മുടെ മനസ്സിലുള്ള ആ സ്നേഹം, ഉണ്ണിക്ക് കൊടുക്കുന്ന ആ ഒരു സമ്മാനം, ആ മനസ്സിനെ, ആ ഭാവത്തിനെയാണ് ഭഗവാൻ നോക്കുന്നത്. അതും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുന്നിക്കുരുവിനെ പറ്റി പറഞ്ഞതും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാണാനായിട്ടും കേൾക്കാനായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഭഗവാനും ഏറെ പ്രിയപ്പെട്ടതാണ് കുന്നിക്കുരു എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. സ്വാതി സദാനന്ദൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. അതായത് ബ്രദറിൻ്റെ വിവാഹം എന്നെ ആലോചിച്ചിട്ട് അത് നടക്കുന്നില്ല, കുറേ തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് വഴിപാടാണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏത് നാമജപമാണ് നടത്തേണ്ടത് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വഴിപാടുകൾ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയുന്ന കാര്യമാണ്. വിവാഹം നടക്കാനായിട്ട്, നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട്, ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കാനായിട്ട് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടെന്ന് പറയുന്നത് സ്വയംവരം കൃഷ്ണനാട്ടമാണ്. അപ്പോൾ സ്വയംവരം കൃഷ്ണനാട്ടം നടത്താനായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹത്തിന് മുന്നേ നടത്തുന്നവരുണ്ട്, വിവാഹത്തിന് ശേഷം നടത്തിയിട്ട് വധൂവരന്മാർ ഒരുമിച്ച് വന്നിട്ട് അത് കാണുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ. കൃഷ്ണനാട്ടം മുൻകൂട്ടി ചീട്ടാക്കേണ്ട ഒരു വഴിപാട് കൂടിയാണ്. ഓരോ മാസത്തെയും ഇന്ന കളികളാണ് ഓരോ ദിവസം ഉണ്ടാകുക എന്നുള്ളത് ദേവസ്വം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ സ്വയംവരം കൃഷ്ണനാട്ടം ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് സൗകര്യമുള്ള ഒരു തീയതി സെലക്ട് ചെയ്തിട്ട് അന്നത്തേക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് കൃഷ്ണനാട്ടമാണ് ഈ വിവാഹം നടക്കാനായിട്ട് ചെയ്യേണ്ട ഒരു വഴിപാടെന്ന് പറയുന്നത്. പിന്നെ ഇതോടൊപ്പം നാമജപത്തിനെ കുറിച്ചും കൂടെ പറഞ്ഞിട്ടുണ്ട്. നാമജപം നന്നായിട്ട് നാമം ജപിക്കുക, അത്രേ പറയാനായിട്ടുള്ളൂ. നന്നായി ഭഗവാന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. ഭഗവാൻ തന്നെ അതിനൊരു വഴി കണ്ടുപിടിച്ച് തരും. പിന്നെ നാരായണീയത്തിലെ രുക്മിണി സ്വയംവരം വായിക്കുക 79ാമത്തെ ദശകത്തിലാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് വായിക്കാം, അത് അവർക്ക് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങൾക്കും വായിക്കാം. അതും കൂടെ ഒരു സമർപ്പണമാണല്ലോ. വായിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ വിവാഹത്തിനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ മാനസികമായിട്ട് നമുക്ക് തയ്യാറെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. കാരണം വിവാഹ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് പരസ്പര വിശ്വാസം, ബഹുമാനം, അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെല്ലാം ഈ സ്വയംവരം വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നും കൂടെ പറയാറുണ്ടല്ലോ. സ്നേഹം, സഹകരണം, ഇതൊക്കെ വിവാഹ ജീവിതത്തിൻ്റെ ആ നെടും തൂണുകളാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ രുക്മിണി സ്വയംവരം കൂടെ വായിച്ചോളൂ, ഒപ്പം കൃഷ്ണനാട്ടം ഷീട്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നാമജപമൊക്കെ ഞാൻ അടുത്ത ദിവസം എണ്ണീട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് പറയാം. എല്ലാവരും നന്നായിട്ട് നാമം ജപിച്ചോളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.